അവർ ടി വി 24/7 വാർത്താ വിശകലനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും അവർ ടി വി 24/7 ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ടാണ് ഇന്ന് ഈ വിശകലനം തുടങ്ങുന്നത്. സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായ ഈസ്റ്റർ എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ വാർത്താ അവലോകനം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ദ ഇന്ത്യൻ റുപ്പീസ് അണ്ടർ പ്രഷർ എഗെയിൻ, ട്രേഡിംഗ് അറ്റ് 22.58 to 1 dirhams. ഇന്ത്യയുടെ റിസർവ് ബാങ്ക് വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് 0.25 കുറച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇന്ത്യൻ റുപ്പീസ് വീണ്ടും വീക്കായിട്ടുണ്ട്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് നാട്ടിലേക്ക് പൈസ കൂടുതൽ അയക്കാനുള്ള ഒരു സുവർണാവസരമാണ്. പക്ഷേ അതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വിലക്കയറ്റവും പണപ്പെരുപ്പവും നമ്മുടെ നാട്ടിൽ ഇതുമൂലം ഉണ്ടാകും എന്നുള്ളത് മറ്റൊരു വലിയ പ്രശ്നമാണെങ്കിലും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും ലോൺ സംബന്ധമായ കാര്യങ്ങളോ എന്തെങ്കിലും സാമ്പത്തികമായ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം കയ്യിൽ പൈസ ഉള്ള എല്ലാ പ്രവാസികളും അത് മറ്റു അനാവശ്യമായ ചിലവുകൾക്ക് ഉപയോഗിക്കാതെ തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയ ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലേക്ക് ഈ പൈസ എത്തിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ സമ്പത്തെത്തുമ്പോൾ അത് പ്രൊപ്പോർഷനേറ്റ്ലി നമ്മുടെ ഗവൺമെൻറ്റിനും സൊസൈറ്റിക്കും അത് വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം എല്ലാ പ്രവാസികളും പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കുവാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് വേൾഡ് ആർട്ട് ദുബായ് ടു ഫീച്ചർ ഓവർ 400 ആർട്ടിസ്റ്റ്സ്. വളരെ വ്യത്യസ്തമായ മറ്റൊരു മേഖലയിലേക്കാണ് വീണ്ടും ദുബായ് ഹബ്ബ് എത്തിച്ചേർന്നിരിക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ ആർട്ടിസ്റ്റുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ ആർട്ട് ഷോ നടത്തിക്കൊണ്ട് ഒരു വേൾഡ് ആർട്ട് എന്ന ഒരു സങ്കല്പത്തിലേക്ക് പോവുകയാണ്. വളരെ അധികം, അതായത് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഏപ്രിൽ 17 മുതൽ ഏപ്രിൽ 20 വരെയാണ്. വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് ഈ ഒരു ഇവൻറ്റ്സ് നടക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്നത് നിയർ അബൌട്ട് 10,000 ആർട്ട് വർക്ക് ഫോർ സെയിൽ എന്നാണ് ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോകത്തുള്ള നിരവധി ആർട്ടിസ്റ്റുകൾ അവരുടെ ആർട്ട് വർക്കുകൾ ഈ ട്രേഡ് ഷോയിലൂടെ സെയിൽ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയാം, ആർട്ട് വർക്കിന് സ്വാഭാവികമായിട്ടും വലിയ വില കൊടുത്തുകയാണ് ഇതുമായി പാഷനേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ആർട്ട് വർക്കുകൾ വാങ്ങുന്നത്. പലപ്പോഴും ഒരു സെലക്ഷൻ എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് വലിയൊരു വൈഡ് ചോയ്സ് പോലും നമുക്ക് പലപ്പോഴും കണ്ടെത്താൻ കഴിയുകയില്ല. എങ്കിലും ആളുകൾ ഓൺലൈനിലൂടെയും മറ്റ് അഡ്വർടൈസ്മെൻറ്റുകളിലൂടെയൊക്കെയാണ് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടവർ ആർട്ട് വർക്ക് പോലുള്ള ഫ്രെയിംസുകൾ വളരെ വില കൊടുത്ത് മേടിക്കുന്നത്. പക്ഷേ ഈ ഒരു ഇവൻറ്റ്സിൽ നിങ്ങൾ നമുക്കാർക്കെങ്കിലും ഈ ഒരു ആർട്ട് വർക്കുമായിട്ടോ അല്ലെങ്കിൽ ആർട്ട് സംബന്ധമായ ഫ്രെയിംസ് വാങ്ങാനോ താല്പര്യമുണ്ടെങ്കിൽ മോർ ദാൻ 10,000 പ്രോഡക്ട്സുകൾ ഈ പവലിയനിൽ ഇവിടുത്തെ ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടക്കുന്ന 17 മുതൽ ഏപ്രിൽ 17 മുതൽ 20 വരെ നടക്കുന്ന ഈ ഇവൻറ്റ്സിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ മറ്റൊരു പ്രയോജനം എന്ന് നമുക്ക് വെറൈറ്റി ഓഫ് ചോയ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ, ഒരു ആർട്ട് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള സങ്കല്പങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്രീംസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ഒരു പാഷനേറ്റ് ആവാം. അത്തരത്തിലുള്ള അവരുടെ ഒരു ടാർഗറ്റഡ്
ഡ്രീംസിൽ ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു സുവർണ അവസരമാണ്. അതുകൊണ്ട് ഈ ആർട്ട് വേൾഡുമായിട്ട് താല്പര്യമുള്ളവർ ഈ ഒരു ഡേറ്റ് ശ്രദ്ധിക്കുക. ഏപ്രിൽ 17 to 20 വേൾഡ് ട്രേഡ് സെൻറ്റർ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഗോൾഡിൻ്റെ ഏറ്റക്കുറച്ചിലാണ്. ഗോൾഡ് വീണ്ടും അതിൻ്റെ വില കുതിച്ചുയർന്നിരിക്കുകയാണ്. പല സ്പെക്കുലേഷനുകളും പറയുന്നുവെങ്കിലും ഗോൾഡ് അതിൻ്റെ ജൈത്രയാത്ര മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പല റീറ്റെയിൽ ഷോപ്പുകളും ഒരു പ്രീ ബുക്കിംഗ് സ്ട്രാറ്റജി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിലൂടെ ഈ നമുക്ക് എന്തെങ്കിലും പ്രൈസ് വർധനവുണ്ടായാൽ അത് ബാധകമാകാതെ തന്നെ നമ്മുടെ ബുക്ക് ചെയ്ത പ്രൈസിൽ തന്നെ വാങ്ങാൻ കഴിയുന്ന ഒരു സ്കീമുകൾ പല ബ്രാൻഡഡ് ഗോൾഡ് ജ്വല്ലേഴ്സും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ടാൽ അതിൻ്റെ മറ്റു വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ ഈ ഗോൾഡ് സൂക്കിൽ പോയി വാങ്ങിയാൽ മറ്റ് അനവധി ഓഫറുകൾ പറയുന്നുണ്ട് പുതിയ ഗോൾഡ് സൂക്ക്. അങ്ങനെയുള്ള അനവധി പ്രൊമോഷൻസുകൾ ഈ ഗോൾഡ് പർച്ചേസുമായിട്ട് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ഒരു വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് കിട്ടും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് റീറ്റെയിൽ ഷോപ്പുമായി ബന്ധപ്പെട്ടാലും നമുക്കിതിൻ്റെ വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഒരു ഗോൾഡ് എന്നത് ഒരു കരുതൽ നിക്ഷേപം തന്നെയാണ്. പൈസ ഒരു സേവിങ്സ് ആയിട്ട് ക്യാഷ് ഹോൾഡ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കരുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ പ്രയോജനപ്രദമായിരിക്കും എന്നാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇന്നൊവേഷൻ ന്യൂസ് എന്നത് ഷാർജ അൺവെയിൽസ് ഫ്ലൈയിങ് കാർ ടു ബീറ്റ് ട്രാഫിക് പ്രോബ്ലംസ് ആണ്. ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. ഏപ്രിൽ 18 ഗൾഫ് ന്യൂസിൽ വന്ന ഒരു വാർത്തയാണ്. ആ വാർത്ത പ്രധാനപ്പെട്ട ഒരു ഹെഡ്ലൈൻ ന്യൂസ് കൂടിയാണ്. അതിനകത്ത് ആ കാറിൻ്റെ ഒരു ഫ്ലൈയിങ് കാറിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും അതിൻ്റെ ഫിഗേഴ്സും ഫോട്ടോസും ഗാലറീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റിയലിസ്റ്റിക് ന്യൂസാണ് ഷാർജ പുറത്തുവിട്ടിരിക്കുന്നത്. 2027 ഈ ഫ്ലൈയിങ് കാർ ഇംപ്ലിമെൻറ്റേഷൻ ആകും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും UAE ലോകത്തിന് തന്നെ ഒരുപക്ഷെ അടുത്ത ഒരു സമീപ വർഷങ്ങളിൽ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു വലിയ ഇന്നൊവേഷൻ സ്ട്രാറ്റജിയിലേക്ക് UAE മാറും എന്നാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. ഈ ഫ്ലൈയിങ് കാർ എന്നത് ഒരു വളരെ ഇന്നൊവേഷനായിട്ടുള്ള, അതായത് കാർ റോഡിലൂടെയും അതൊപ്പം തന്നെ സ്കൈയിലൂടെയും പറക്കത്തക്ക നിലയിലുള്ള വളരെ അഫോർഡബിളായിട്ടുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കാറിൻ്റെ ഡിസൈനിങ് മോഡലും അതിൻ്റെ ആ മോഡലും ഡിസൈനിങ് ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ അത് കൺഫേംഡ് ആയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും അവരിപ്പോൾ പ്രസ് ന്യൂസിലൂടെ റിവീൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും UAEയുടെ ഈ ഒരു ഇന്നൊവേഷന് എല്ലാവിധ ആശംസകളും നേരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത UAEയുടെ നാഷണൽ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടതാണ്. മീഡിയ കൗൺസിൽ ആക്ട്സ് ടു ബ്ലോക്ക് ഇല്ലീഗൽ കണ്ടൻറ്റ്. അതായത് മീഡിയയിലൂടെ നമ്മുടെ പ്രവാസികളായ എല്ലാ മലയാളികളും വളരെയധികം കെയർഫുൾ ആകേണ്ട ഒരു വിഷയമാണ്. കാരണം നമ്മൾ വളരെയധികം ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് എല്ലാ മലയാളികളും. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ അതുപോലുള്ള ഒരുപാട്, ട്വിറ്റർ അതുപോലുള്ള ഒരുപാട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ ദിനംപ്രതി, അതായത് ഡേ ടു ഡേ ഒരു 24 hours നമ്മൾ അതിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ UAEയുടെ ഈ ഒരു മുന്നറിയിപ്പ് വളരെ കരുതലോടുകൂടി എടുക്കുക. ഏകദേശം 9,000 items ഓഫ് മീഡിയ കണ്ടന്റ് ദാറ്റ് വയലേറ്റഡ് ഇൻ റെഗുലേഷൻ 2024 എന്നാണ്. 2024 9,000 മീഡിയ വയലേഷൻസ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മീഡിയ വയലേഷൻ ഒരിക്കലും നമ്മളുടെ പ്രവാസിയായ മലയാളികൾ ഉൾപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോഴും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുമ്പോഴും അല്ല മറ്റു മീഡിയ പ്ലാറ്റ്ഫോമുകളോ മറ്റെന്ത് അതിൻ്റെ സോഷ്യൽ മീഡിയകളോ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാലും UAEയുടെ നാഷണൽ സ്ട്രാറ്റജിക്ക് എഗെയിൻസ്റ്റ് ആവാതിരിക്കുവാനും UAEയുടെ ഇൻട്രസ്റ്റുകളും അവരുടെ റൂൾസും റെഗുലേഷൻസുകളും ഒക്കെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കമൻസുകളായിരുന്നാലും നമ്മുടെ പോസ്റ്റിംഗ് ആയിരുന്നാലും മറ്റ് എന്ത് കമൻസുകൾ ഇട്ടാലും ശ്രദ്ധിക്കുക. യു ഷുഡ് കംപ്ലൈ വിത്ത് ദ നാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് മീഡിയ ആക്ട്സ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളികളായ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെയൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധയോടുകൂടി ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം അവർ പലപ്പോഴും മറ്റെന്തെങ്കിലും അവരുടെ കുട്ടിത്തമല്ലേ അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചൊന്നും അവെയർ അല്ലാത്തത് കൊണ്ട് തന്നെ
ചിലപ്പോഴൊരു പക്ഷേ അവരിടുന്ന പോസ്റ്റുകൾ ഒരു പക്ഷേ അറിയാതെ ഇടുന്ന റീൽസുകളോ പോസ്റ്റുകളോ ഒക്കെ തന്നെ ഒരു പക്ഷേ UAEയുടെ സ്റ്റാൻഡേർഡിന് നിരക്കാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളും രക്ഷിതാക്കളും കുട്ടികൾക്കും ഒക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്. പലപ്പോഴുമൊക്കെ നമ്മുടെയൊക്കെ ഉള്ള ഒരു പൊളിറ്റിക്കൽ മോട്ടിവേഷനോ ഇമോഷൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പലപ്പോഴും പോസ്റ്റുകൾ ഇടുകയും പിന്നെ അത് അപ്പോളജൈസ് ചെയ്യുന്ന പല സാഹചര്യങ്ങളും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ അടുത്ത കാലത്ത് കാണുകയുണ്ടായി. പക്ഷേ അത്തരം പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം UAEയുടെ മീഡിയ ആക്ട്സ് പ്രകാരം ഉണ്ട് എന്ന ഒരു ബോധം എല്ലാ പ്രവാസികൾക്കുണ്ടായിരിക്കണം. ഒരു പോസ്റ്റ് ഇട്ട് അത് ഡിലീറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് ഒരിക്കലും കരുതരുത്. ഒരു പോസ്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പെർമനൻ്റ്ലി റെക്കോർഡഡ് അറ്റ് ദ സെർവർ. അപ്പം നമ്മളൊരു പോസ്റ്റ് ഇട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്താലും അത് സെർവറിൽ സേവാണ് എന്ന ഒരു 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 വാണിംഗ് നിങ്ങളെപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഒരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും സോഷ്യൽ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവരും ഒക്കെ തന്നെ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി എടുക്കുക. ഷാർജയിൽ നടന്ന ഈ സൺഡേയിൽ നടന്ന 13 നടന്ന വൻ തീപിടുത്തത്തെക്കുറിച്ചാണ്. ഷാർജയിൽ ഒരു ഫ്ലാറ്റിൻ്റെ ഹയർ ഫ്ലോറിൽ ഒരു തീപിടുത്തം ഉണ്ടാകുകയും ആ തീപിടുത്തത്തിൽ 5ഓളം പേർ മരിക്കുകയും ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ കാരണങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു റെസിഡൻസ് തിങ്ങിപ്പാർത്തത് കൊണ്ടാണ് ഈ ഒരു അപകടം ഇത്രയും വലുതായി എന്നതാണ് അധികാരികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഞങ്ങളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഞങ്ങളെല്ലാം താമസിക്കുന്നത് ഒരു 90% ആളുകളും പ്രവാസികളായ മലയാളികളും ഒക്കെ താമസിക്കുന്നത് ഫ്ലാറ്റുകളിലാണ്. പലപ്പോഴും ഫ്ലാറ്റിൽ താമസിക്കുന്ന നമ്മൾ എമർജൻസി അവയർനെസ്സിനെ കുറിച്ച് ഒരു അവബോധവും ഇല്ലാതെയാണ് നമ്മളെല്ലാവരും ഫ്ലാറ്റുകളിൽ താമസിക്കുന്നത്. ഞാനൊരു സെക്യൂരിറ്റി പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ വളരെയധികം വളരെയധികം ഗൗരവത്തോടുകൂടി ഈ ഒരു കാര്യം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു എമർജൻസി പ്രിപ്പയർനെസ് എപ്പോഴും നമുക്കെല്ലാവർക്കും അവെയറായിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മളൊരു താമസിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ എമർജൻസി എക്സിറ്റിനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ എമർജൻസി എക്സിറ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ അതിനകത്ത് എവിടെയൊക്കെയാണ് എമർജൻസി എക്സിറ്റ് ഉള്ളതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ എക്സിറ്റ് ഡോറ് പോയി ഞങ്ങൾ ഫിസിക്കലി ആയിട്ട് നമ്മൾ തന്നെ പോയി ആ എക്സിറ്റ് ഡോർ വർക്ക് ചെയ്യുന്നുണ്ടോ, ആ എക്സിറ്റ് ഡോറിനകത്ത് എന്തെങ്കിലും ബ്ലോക്സുകളുണ്ടോ, അല്ലെങ്കിൽ ആ എക്സിറ്റ് ഡോർ ടെക്നിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ഡോറ് ഈവൻ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാച്ച്മാനോ സെക്യൂരിറ്റി എടുത്തോ പോയിട്ട് ഈ ഡോറ് ഇനി എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ എങ്ങനെയാണ് തുറക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ അതിൻ്റെ മെക്കാനിസം പറഞ്ഞു തരും. ചിലപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി കൺട്രോൾസിൻ്റെ ഭാഗമായിട്ട് ഡോർ ചിലപ്പോഴും ഒരു ആക്സസ് കൺട്രോൾ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഫയർ അലാം ട്രിഗർ ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി തുറക്കുന്ന ഒരു സംവിധാനമാണ് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ബിൽഡിങ്ങിലും നമ്മൾ ഈ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ എല്ലാ റെസിഡൻസും അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് യു ഷുഡ് നോ വെയർ ഈസ് ദ ഫയർ എക്സിറ്റ് ഓഫ് ദ ബിൽഡിംഗ്. അത് പ്രധാനപ്പെട്ട അറിയേണ്ട ഒരു കാര്യമാണ്. ഒരു ഫയർ നമ്മുടെ ഒരു എസ്പെഷ്യലി ഇപ്പം നമുക്കൊരു ഫയർ എന്ന് പറയുക ഫയർ അലാം അടിക്കുമ്പോൾ തന്നെ വി ഷുഡ് ബി വെരി കെയർഫുൾ. അപ്പോൾ നമ്മൾ ഫയർ അലാം അടിക്കുമ്പോൾ തന്നെ പലപ്പോഴും അത് ഇഗ്നോർ ചെയ്യാറുണ്ട്. കാരണം അത് മറ്റേതോ ഒരു മെക്കാനിസം എന്ന നിലയിലാണ് നമ്മൾ പലപ്പോഴും ഒട്ടുമിക്ക ആളുകളും അങ്ങനെ തന്നെയാണ് അവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്. സത്യത്തിൽ അതല്ല. ചിലപ്പോൾ ഒരു ഫയർ അലാം ട്രിഗർ ചെയ്യുമ്പോൾ അതൊരു ഫോൾസ് അലാം ആയിരിക്കാം. ഇമ്മീഡിയറ്റ്ലി സെക്യൂരിറ്റി അത് സൈലൻസ് ആക്കുകയും ആ സ്ഥലം പോയി കാണുകയും പിന്നെ അത് റീസെറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സിസ്റ്റം നോർമൽ സിറ്റുവേഷനിൽ വരും. പക്ഷേ ഒരു റിയൽ ആണോ ഫാൾസ് ആണോ എന്ന് നമുക്ക് എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക? അതുകൊണ്ട് തന്നെ ഒരു ഫയർ അലാം ട്രിഗർ ചെയ്തു അല്ലെങ്കിൽ ഫയർ അലാം സൈറൻ നിങ്ങൾ കേൾക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു എമർജൻസി റെസ്പോൺസിന് വേണ്ടി ആ ഒരു പ്രിപ്പയർനെസ് യു ഷുഡ് ഡു ദ പ്രിപ്പയർനെസ് ഫോർ എമർജൻസി റെസ്പോൺസ്. ഫയർ അലാം അടിക്കുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഡോർസുകളെല്ലാം നമ്മളെ ചുറ്റുവട്ടമുള്ള എക്സ്റ്റേണലായിട്ടുള്ള ഡോർസുകൾ വിൻഡോസുകളെല്ലാം തന്നെ ക്ലോസ് ചെയ്യുക. എന്താണ് കാരണം? ഒരു ഫയർ ബിൽഡിങ്ങിൽ ഉണ്ടായി എങ്കിൽ ഓക്സിജൻ കൂടുതലകത്തോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ
ഫയറിൻ്റെ ഡെൻസിറ്റി വളരെ പെട്ടെന്ന് കൂടും. നമുക്കറിയില്ല ഫയർ ഏത് ഭാഗത്താണ് തുടങ്ങിയത്. ചിലപ്പോൾ നമ്മുടെ ഫ്ലോറിൽ, നമ്മൾ താമസിക്കുന്ന അതേ ഫ്ലോറിലാണെങ്കിൽ നമ്മുടെ ജനലുകൾ തുറന്നിരിക്കുകയാണെങ്കിൽ ആ ജനലിലൂടെ കടന്നു വരുന്ന എയർ ഫ്ലോ ആ ഫയറിനെ വീണ്ടും ഒരു വലിയ ഒരു ബ്ലേസിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഫയർ അലാം ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് നമ്മുടെ സമീപത്തുള്ള എല്ലാ ഡോർസുകളും വിൻഡോസുകളും എക്സ്റ്റേണൽ വിൻഡോസുകളും ക്ലോസ് ചെയ്യാം. 2, ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കൺട്രോൾ റൂം ഉണ്ടെങ്കിലോ സെക്യൂരിറ്റി ഉണ്ടെങ്കിലോ ഉടനെ തന്നെ നമ്മുടെ ഫോണിലൂടെ വിളിച്ച് വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുക. നിങ്ങൾക്ക് അവിടെയും ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല, ഫയർ അലാം ട്രിഗർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ്ലി നമ്മുടെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഫയർ എക്സിറ്റ് ഡോർസിലേക്ക് വന്ന് ആ ഫയർ എക്സിറ്റ് ഡോർ സേഫ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. തീർച്ചയായിട്ടും ഫയർ എക്സിറ്റ് ഡോർ സേഫ് ആണെങ്കിൽ മാത്രം ആ ഫയർ എക്സിറ്റ് ഡോറിലൂടെ ഒരു പാനിക് സിറ്റുവേഷനും കൂടാതെ തന്നെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് നമ്മൾ ആ ഒരു സ്റ്റെയർ കേസിലൂടെ കടന്ന് അതിൻ്റെ എക്സിറ്റിൽ വന്ന് ഒരു അസംബ്ലിംഗ് പോയിൻ്റ് എവിടെയാണോ മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ പോയി ഞങ്ങൾ സ്റ്റാൻഡ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ പറഞ്ഞ കാര്യവും വളരെ ശ്രദ്ധയോടുകൂടി എടുക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഒരു പക്ഷേ ഒരു ഫയർ വന്നു, നിങ്ങൾക്കൊരു സ്മോക്ക് അല്ലെങ്കിൽ ഒരു സഫക്കേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്മോക്ക്, ഫയർ ഇല്ല പക്ഷേ സ്മോക്ക് നമ്മളെ ഫ്ലാറ്റിന് ചുറ്റും മൂടിയിരിക്കുന്നു എങ്കിൽ നമ്മൾ പാനിക്കാവാതെ ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യാനുള്ള ആണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഒരിക്കലും ഫയർ എന്ന് പറയുന്നൊരു പുക ഒരിക്കലും മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് പോവുകയില്ല. എപ്പോഴും ഈ സ്മോക്ക് എപ്പോഴും മുകളിൽ നിന്ന് താഴേക്കാണ് ഇങ്ങനെ അതിൻ്റെ ഒരു ഫാളിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയാം, നമ്മൾ ഒരു സിവിയറായിട്ടുള്ള ഒരു ഫോം അല്ലെങ്കിൽ ഒരു പുകയാണ് നമുക്ക് ചുറ്റും കൂടിയിരിക്കുന്നെങ്കിൽ നമ്മൾ പതുക്കെ സ്ക്രോൾ ചെയ്ത് തറയിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് അപ്പോഴേക്കും നമുക്ക് ഈ സഫോക്കേഷൻ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ചെയ്ത് നിയറസ്റ്റ് ഫയർ എക്സിറ്റ് ഡോറിൽ പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയറസ്റ്റ് ആയിട്ടുള്ള മറ്റാരുടെയും കൂടെ അസിസ്റ്റൻസിലൂടെയോ നമ്മൾ എക്സിറ്റ് ആവാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു ഫയർ നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇനി അടുത്തൊരു ഘട്ടമെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരു പക്ഷേ ഫയർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഒരു ചെറിയ ഫ്ലെയിം പോലുള്ള പെട്ടെന്നൊരു ഫയർ ഉണ്ടാവാം. അത് നമ്മുടെ ഗ്യാസിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കെമിക്കൽ ഇതിൽ കൂടെ സംഭവിക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീടുകളിൽ ഒരു ഫയർ ബ്ലാങ്കറ്റ് എപ്പോഴും കരുതിയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഫയർ ബ്ലാങ്കറ്റ് വെച്ച് ആ ഫയറിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. അതാണ്. അപ്പോൾ എല്ലാ വീട്ടിലും ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ അല്ലെങ്കിൽ ഫയർ ബ്ലാങ്കറ്റ് നമ്മൾ തീർച്ചയായിട്ടും 50, 60, 70 ദിർഹംസ് കൊടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഫയർ ബ്ലാങ്കറ്റ് കിട്ടും. തീർച്ചയായിട്ടും എല്ലാവരും ഫയർ ബ്ലാങ്കറ്റ് മേടിക്കും. കാരണം ഇത് എപ്പോഴാണ് ഒരു ഫയർ നമ്മുടെ ജീവൻ എടുക്കുന്നതെന്ന് അല്ലെങ്കിൽ ഒരു ഫയർ എപ്പോഴാണ് ഒരു സംഭവിക്കുന്നതെന്ന് ആർക്ക് ഇറ്റ്സ് അൺപ്രഡിക്റ്റബിളാണ്. ഇറ്റ് ക്യാൻ ഹാപ്പൻ എനി ടൈം. അപ്പം എനിക്ക് സംഭവിക്കില്ല എന്ന് നമ്മൾ കരുതി ഇരിക്കാൻ പറ്റത്തില്ല. ഇത് എപ്പോഴും ആർക്കും എവിടെയും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു എമർജൻസിയാണ് ഫയർ എന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് യൂസ് ചെയ്യാൻ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫയർ കണ്ടു കഴിഞ്ഞാൽ ആ ഫയറിൻ്റെ ഡെൻസിറ്റി നമ്മുടെ ഷോൾഡറിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ ഇഫ് യു നോ ഹൗ ടു യൂസ് ദ ഫയർ എക്സ്റ്റിങ്ക്വിഷർ, അതെങ്ങനെയാണ് അതിനെ നോസ് ഉപയോഗിച്ച് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് ഉപയോഗിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വാട്ട് യു ഷുഡ് ഡു, നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് സിവിൽ ഡിഫൻസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി അങ്ങനെ ഒരു സിവിൽ ഡിഫൻസുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയുക ഇന്ന സ്ഥലത്താണ്, നമ്മുടെ ലൊക്കേഷൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ഗീവ് യു അഡ്വൈസ്. അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം പിന്നെ നമ്മൾ ആക്ട് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, UAE സിവിൽ ഡിഫൻസിൻ്റെ നമ്പർ 997. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഫയർ റിലേറ്റഡ് ആയിട്ടൊരു ഇൻസിഡൻറ്റ് വന്നു, അതെങ്കിൽ നമുക്കൊരു ഫയർ നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ് സംഭവിച്ചു, അല്ലെങ്കിൽ നിയർ ബൈ സറൗണ്ടിങ് സംഭവിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്ന ഒരു ഫയർ ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് വിക്റ്റിമാണെങ്കിലോ ഇമ്മീഡിയറ്റ്ലി 997 വിളിച്ച് we should be a part of the social responsibility. We are all committed for the social responsibility. Each and every person is committed to safeguard our life and others' life.
അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫയർ സംബന്ധമായ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി 997 വിളിക്കുക. അതല്ലെങ്കിൽ 999 നമുക്ക് ഈ ഒരു സന്ദേശം കൈമാറാം. അപ്പോൾ എമർജൻസി റെസ്പോൺസ് എന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. എല്ലാവരും എമർജൻസി റെസ്പോൺസ് അറിഞ്ഞിരിക്കണം. ഇനി എമർജൻസി റെസ്പോൺസിൻ്റെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡാണ്. അപ്പം നമ്മൾ പലപ്പോഴും ഫസ്റ്റ് എയ്ഡുകൾ നമ്മുടെ വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. അല്ല, അത് ഈ സത്യത്തിൽ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് എപ്പോഴാണ് ഒരു എമർജൻസി നമുക്കുണ്ടാകുന്നത്, അല്ലെങ്കിൽ പൊള്ളലുണ്ടാകുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കത്തി കൊണ്ടൊരു മുറിവോ ഇൻജുറിയോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഫസ്റ്റ് എയ്ഡ്. അങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കുന്നത് വളരെ പ്രയോജനമായിരിക്കും. അങ്ങനെ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ സിറ്റുവേഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കോൾ ആംബുലൻസ്. എല്ലാവരും ശ്രദ്ധിക്കുക, ആംബുലൻസ് UAE ആംബുലൻസ് നമ്പർ എന്നത് 998, 997 സിവിൽ ഡിഫൻസ്, 998, 999 പോലീസ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളൊരു പാനിക് സിറ്റുവേഷൻ ആകാതെ തന്നെ എല്ലാ എമർജൻസി സിറ്റുവേഷനെ തരണം ചെയ്യാനുള്ള ഒരു അവയർനെസ് എടുക്കുന്നത് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇനി വരാൻ പോകുന്ന മാസങ്ങൾ വളരെ ചൂടേറിയ സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് സോക്കറ്റ്സുകൾ വളരെ ശ്രദ്ധിക്കുക. കഴിവതും നമ്മൾ 3 പിൻ ഉപയോഗിച്ചുകൊണ്ട് മൾട്ടി ലൈൻസ് എടുക്കുന്ന ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മളെല്ലാം ചെറിയ പെറ്റി ക്യാഷ് സേവിങ്ങിന് വേണ്ടി ചെയ്യുന്ന വലിയൊരു ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ ലോഡിങ്, അതായത് ഈ സോക്കറ്റ് ലോഡ് ഉള്ള ഈ ലോഡിങ് തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കണം. തീർച്ചയായിട്ടും ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ നിങ്ങളുടെ ഇലക്ട്രിക്കൽ സംവിധാനം, നമുക്ക് ആവശ്യമായ പ്ലഗുകൾ തീർച്ചയായിട്ടും ഒരു ഇലക്ട്രീഷ്യൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അല്ലാതെ ഈ എക്സ്റ്റൻഷൻ വയർ മേടിച്ചുകൊണ്ട് വന്നുകൊണ്ട് അത് കുത്തിക്കൊണ്ട് ഒരു 3-4 ലൈൻസ് ഒരു പ്ലഗിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ സർക്കുലേഷൻ വിൽ ബി കൺജസ്റ്റഡ്. അതൊരു ഷോർട്ട് സർക്യൂട്ടിന് കാരണമാകാം. ആ ഷോർട്ട് സർക്യൂട്ട് ഒരു വലിയ തീപിടുത്തത്തിലേക്ക് നയിച്ചേക്കാം. പ്രത്യേകിച്ച് നമ്മൾ നൈറ്റിൽ ഉറങ്ങുന്ന സമയങ്ങളിലൊക്കെയാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഘാതം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ചൂട് സമയങ്ങളിൽ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ബാലൻസ്ഡ് അല്ലാത്ത ഒരു ഇലക്ട്രിക്കൽ യൂസേജാണ് പലപ്പോഴും വലിയ തീപിടുത്തത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം ശ്രദ്ധിക്കുക, അനാവശ്യമായ പ്ലഗുകൾ ഉപയോഗിച്ചിട്ടുള്ള എക്സ്റ്റൻഷനുകൾ കഴിവതും ഒഴിവാക്കുക. അത്തരത്തിൽ ഉപയോഗിക്കുന്ന പ്ലഗുകൾ ഒരു ഇലക്ട്രീഷ്യനെ വരുത്തി അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2, നമ്മുടെ ഈ അൺഅറ്റൻഡഡ് ആയിട്ടുള്ള, അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ചായ കോഫിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ടെലിഫോണിലോ വളരെ ബിസി ആയിരിക്കുകയും അത് അതിൻ്റെ ചില സമയക്രമത്തിനനുസരിച്ച് അതൊരു ഹീറ്റായി മാറുകയും പെട്ടെന്ന് തന്നെ ഒരു ഫ്ലെയിമിലേക്ക് പോകുന്ന മറ്റൊരു അവസ്ഥയും നമ്മുടെ ഫ്ലാറ്റുകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കിച്ചൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഴുവൻ അറ്റൻഷനും കിച്ചണിൽ പോവുകയും അത് സേഫായിട്ട് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മറ്റ് ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ടതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞ എല്ലാ ഈ സേഫ്റ്റി കോഡുകളും നിങ്ങൾ ഗൗരവമായി എടുക്കുക. കാരണം നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തും സംരക്ഷിക്കേണ്ട പ്രഥമ ചുമതല നമുക്ക് തന്നെയാണ് എന്ന ബോധത്തോടു കൂടി എല്ലാവരും ഈ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി. എൻ്റർടൈൻമെൻറ്റ് ന്യൂസിലേക്ക് നോക്കുകയാണെങ്കിൽ എമ്പുരാൻ 250 കോടി കഴിഞ്ഞ് മലയാള സിനിമയ്ക്ക് തന്നെ ഒരു പുതിയ അധ്യായം എഴുതി കുറിച്ചിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ സിനിമാ ചരിത്രത്തിൽ എക്കാലത്തെയും ഒരു എവർഗ്രീൻ ചിത്രമായി എമ്പുരാൻ മാറിയിരിക്കുകയാണ്. മമ്മൂക്കയുടെ ബസുക്കയും അതുപോലെ തന്നെ നല്ല പ്രദർശന വിജയം കൈവരിച്ച് മുന്നേറുന്നുണ്ട്. അവർ TV 24/7 വാർത്താ വിശകലനവുമായി ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuma.